ഹാപ്പി ബർത്ത്ഡേ അവിടെ പൊന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ തോന്നുന്നുണ്ട് ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മുക്ക വയ്യേ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ കുണുക്കമ്മൻ്റെ ബർത്ത്ഡേ ആണ്. കുണുക്കമ്മനെ ഹാപ്പി ബർത്ത്ഡേ. ഹായ് പറ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച പോലെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല, എടുക്കാൻ പോയി കിട്ടിയില്ല. എന്തായാലും ഉള്ളത് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോയാലോ പിന്നെ അപ്പം ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാണ്. പൊന്നെ ചെഞ്ചതുണ്ടാ നോക്കിയൊക്കെ പോയോ. അച്ഛൻ കുട്ടീനെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മുല്ലമൃമത്താവ് അമ്പലത്തിലേക്ക് വന്നിട്ട് അപ്പോൾ അവിടുത്തെ പൂരാണ് പിറ്റേ ദിവസം. തലേ ദിവസം ഞങ്ങൾ പോയ ദിവസം അവിടെ രാത്രി വാണിയം എന്ന് പറയട്ടെ, വാണിയല്ലേ വാണിയം. അവിടെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന എന്തോ ഒരു അങ്ങനത്തെ പണ്ടത്തൊട്ടേ ഉള്ളൊരു ചടങ്ങല്ലേ. അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ മാത്രമേ അറിഞ്ഞു. അത് എനിക്ക് തോന്നുന്നൊരു 7-8 വർഷമായിട്ട് ഞാൻ അറിഞ്ഞിട്ട് തന്നെ. കാട്ടാമ്പാലും എല്ലാ സാധനവും ഉണ്ട്, പറഞ്ഞിട്ടില്ല എല്ലാ സാധനം ഉണ്ടെങ്കിലും ഇപ്പൊ കത്തിക്കാണ് കൂടുതൽ വെക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷോർട്ടായിരിക്കും റീൽസ് എടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ തൊഴുത് നടക്കട്ടെ. ഇവർ മൂവര സംഘം 3 ഒരുമിച്ചാണ് നടക്കാതെ. അതിനായിട്ട് അവരുടെ കാവലായിട്ട് എന്നിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിന്നീട് ഞാനിത് അവിടെ നിന്ന് കുറിയൊക്കെ തൊട്ടിട്ട് ഞാനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമുക്ക് അമ്പലത്തിൽ പോവുക, അമ്പലത്തിലൊരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലെത്തുമ്പോൾ അല്ലേ, അതിപ്പോൾ അമ്പലം എന്നല്ലാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് ദേവാലയത്തിൻ്റെ മുന്നിലെത്തിയാലും നമുക്ക് മനസ്സിൽ വളരെ സമാധാനം അല്ലേ. അതിപ്പോൾ പള്ളിയായാലും അമ്പലമായാലും എവിടെ ആയാലും നമുക്ക് അവിടെകളൊക്കെ എത്തുമ്പോൾ മനസ്സിൽ. അങ്ങനെ നമ്മുടെ കുണുക്കമ്മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് വന്നിട്ട് കുണുക്കാം. ഈ രാത്രി വരും എന്താ വെച്ചാൽ നമ്മുടെ മുല്ലമ്പുറത്താവ് അമ്മയുടെ അമ്പലത്തിൽ നാളെ വാണിയം പൂരമാണ് കേട്ടോ. നാളെ പൂരം, ഇന്ന് വാണിയാണ്. പക്ഷെ എല്ലാം കൊല്ലം വരാണ്ട് ഒക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കാന്ന് അറിയില്ല. എന്നൊരു ശിവരാത്രി അല്ലേ. എൻ്റെ ആഗ്രഹങ്ങളാണ് പ്രശ്നം അല്ലേ. ഞായറാഴ്ച എന്താ എന്താ അമ്പലത്തിലെത്തിയപ്പോഴേ അച്ഛനെ അറിയാട്ടാ. അങ്ങനെ ഞങ്ങൾ പഴയിടത്തിലേക്ക് സദ്യ കഴിക്കാൻ വന്നിട്ട് എന്തായാലും കുണുക്കൻ്റെ ബർത്ത്ഡേയിലേക്ക് സദ്യ കഴിച്ചു. വീട്ടിൽ തലേ ദിവസം സദ്യ ഉണ്ടാക്കിയാലും പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഈ സദ്യ കഴിക്കാൻ വേണ്ടി കുണുക്കിന് ഏലക്കൊരു കുണുക്കിന് ഓൾറെഡി ചോറും സാമ്പാറും പപ്പടം കൂട്ടി ചോറിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് തന്നെ സദ്യ ഇഷ്ടപ്പെടുന്ന 1-2-3 ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളൂ കേട്ടോ. എനിക്കും അങ്ങനെ സദ്യയോടൊന്നും പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും അതിനോട് അത്ര ഇങ്ങനെ കിട്ടണം അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹം കാര്യമില്ല. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ എനിക്ക് നല്ല ബിരിയാണി തിന്നാൻ തോന്നാറുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് നല്ല ബിരിയാണിയും കിട്ടാറില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വെക്കണമില്ല അല്ലേ. സെറ്റായിട്ട് വേണം ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഇതേ കുണിക്കും പൊന്നൊക്കെ ഫുഡ് അച്ചാർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അച്ചാറുകൾ ഇഞ്ചിപ്പുളി അല്ലായിരുന്നു. കുണുക്കൻ പറഞ്ഞു ഇഞ്ചിപ്പുളി കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ കുണക്കന് വിചാരിച്ച ഇഞ്ചിപ്പുളി അല്ലായിരുന്നു, അത് ഇഞ്ചിക്കറി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തിരുവനന്തപുരം സൈഡിലുള്ള ആളായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവുക അല്ലേ. നമ്മുടെ സൈഡിലുള്ള ആൾക്കാരല്ല ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ആലോചിക്കുമ്പോൾ നമ്മുടെ സൈഡത്തല്ല. അപ്പോൾ ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, നെല്ലിക്കാച്ചാർ ഇതിട്ടു, പിന്നെ പപ്പടം. അപ്പോൾ കുണുക്കമ്മനിക്ക് ഒരെണ്ണം കൂടി വേണം എന്നാണ് കുണുക്ക ഒരു പപ്പടം കൊണ്ട് മേടിച്ചിട്ട്. അവന് എന്താ വെച്ചാൽ ചോറും സാമ്പാറും പപ്പടം കൂടി കുഴച്ചിട്ട് ഭയങ്കര ഇഷ്ടം. വേറെ കറികൾ പുളിയിഞ്ചി, സാമ്പാർ, പപ്പടം, ചോറ്, ഇത് 3 കൂടിയിട്ട് കുഴച്ചിട്ടാണ് കുണുക്കൻ കഴിക്കട്ടെ. കുണുക്കൻ അപ്പോൾ ഷെബി പറഞ്ഞു ഇതും കൂടി ഇട്ടു. എൻ്റെ പിറന്നാളല്ലോ ഷെബി ഓൾറെഡി പപ്പടം കഴിക്കുമ്പോൾ അവൻ്റെ പപ്പടം കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ കുണുക്കൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴേക്കും ഇവിടെ കുണിക്കുമ്പോഴുള്ള മുഖം പൂട്ടോടെ. അപ്പോൾ എൻ്റെ പപ്പടം ഞാൻ അവൾക്ക് കൊടുത്തു. ഞാൻ കുണിക്ക് ഒരു ഇലയില കഴിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവൾക്കൊരു പപ്പടം വെച്ചതെന്ന് എനിക്ക് വെച്ചതെന്ന് അത് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ.
അങ്ങനെ ഞാനും അതിൽ കാബേജ് ഉപ്പേരിയൊക്കെ വന്നു. എനിക്ക് ഉപ്പേരികളെ വേണ്ട, എനിക്ക് ചോറ് അധികം വേണ്ട, ഉപ്പേരികളെ ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് ഉപ്പേരികൾ മാത്രം വേണ്ട കേട്ടോ. പക്ഷേ അതും ഞാൻ അധികം കഴിച്ചിരിക്കും, അത്ര ഇഷ്ടം തോന്നിയില്ല, കാരണം ഞാൻ അത് അത്ര കഴിച്ചില്ല. കുണിക്കേക്ക് കാർത്തുമുക്ക് അച്ചാറിനാകുമ്പോൾ തൊട്ട് കൊടുക്കുന്ന ഈ കാണണം കേട്ടോ. അങ്ങനെ കുറേശ്ശെ ചോറൊക്കെ മേടിച്ചു. ഞങ്ങൾക്കും 2 ചട്ടം ചുട്ടിട്ട് ഞാൻ കുണിക്കേക്ക് ഭാഗം വെച്ച് കൊടുത്തു. ഇത് കുണിക്കേക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു, ഞാൻ കുറച്ച് കുറവ്. പപ്പടമുള്ള അങ്ങനെ കാണാത്തില്ല, ഒരു 2 ഉരുളയുടെ ചോറ് തന്നെ ഉള്ളൂ, ഒരു ഏകദേശം അത്രയ്ക്ക് ഞാൻ മേടിച്ചുള്ളൂ. അങ്ങനെ സാമ്പാർ കൂട്ടി ചോറിനാൽ കുണിക്കേക്ക് ഇഷ്ടം സാമ്പാറും മോരും കൂട്ടിയിട്ട് കഴിക്കാനാണ് കുണിക്കീൻ്റെ ടേസ്റ്റ് കേട്ടോ. കുണിക്കൻ സാമ്പാറും പുളിയിഞ്ചി പപ്പടും, അത് കുട്ടിക്കാലത്ത് എൻ്റെ ടേസ്റ്റ് അങ്ങനെയായിരുന്നു. ഞാൻ ഏതൊരു സദ്യക്ക് പോയാലും ഞാൻ കഴിക്കാം, സാമ്പാറും പപ്പടും പുളിയിഞ്ചി കൂട്ടി കുഴച്ചിട്ട് ഞാൻ ചോറിനുണ്ട്. ആ ഒരു ടേസ്റ്റാണ് കുണുക്കിന്. അപ്പോൾ ഇന്ന് കുണുക്കമ്മൻ്റെ ബർത്ത്ഡേ വെച്ചിട്ട് ആദ്യത്തെ ഉള്ള ഞാൻ കുണുക്കുമ്പോന് വാരിച്ച് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ അഞ്ഞോട്ട് വാരിച്ച് കൊടുത്തു, പൊന്നു വാരിച്ച് കൊടുത്തു, ഷേബി വാരിച്ച് കൊടുത്തു. അപ്പോൾ ഷേബി എൻ്റെ ഇടയിൽ അവിടെ പോകാൻ പറഞ്ഞു, അതായത് സാമ്പാർ കുട്ടികൾക്കാകുമ്പോൾ അവർ കുറച്ച് കഴിക്കുള്ളൂ, എല്ലാം കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ കുണുക്കാൻ എനിക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി മോൾക്ക് വേണോ വെച്ചിട്ട് അങ്ങനെ മോളിൽ നിന്ന് വെച്ച് വിട്ടാൽ ഒരു ടീസ്പൂൺ ഒരു കയ്യിലും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെച്ചിടുമ്പോൾ അതൊക്കെ കുണുക്കം കഴിക്കുന്നുണ്ട്. കുണുക്കിന് നല്ല വിശുപ്പതിൻ്റെ ഏകദേശം. പക്ഷേ സാമ്പാറൊക്കെ ഇട്ട് കുഴച്ച് കുണുക്കിയൊക്കെ കറി നല്ലവണ്ണം കഴിക്കട്ടെ. ചില കുട്ടികൾ എന്തില്ല. അപ്പോൾ കുണുക്കിയുടെ മുഖം പോയത് ഞാൻ ശ്രദ്ധിച്ചു വിട്ടാ. വേഗം ഞാൻ അടുത്ത ഉള്ള കുണുക്കിക്ക് കഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അനിയേട്ടന് മനസ്സിലായി കുണുക്കിട്ട്. അപ്പോൾ കുണുക്കിക്ക് അനിയേട്ടൻ കൊടുക്കുമ്പോൾ വേണ്ട പിണങ്ങി, കുണുക്കി പിണങ്ങി, അച്ഛനോട് പിണങ്ങി കാണിക്കുന്നൊക്കെ മുഖം പിടിച്ച് കുണുക്കിക്ക് കുറുക്കണം. അപ്പോൾ ഞാൻ അനിയേട്ടൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളെ വെറുതെ വാശി പിടിപ്പിക്കാനാണ്. കാർത്തുമ്പോൾ പിന്നെ ബിസിനസ് തുടങ്ങി. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കഴിക്കൊന്നുമില്ല, ഇറങ്ങി മൂപ്പരൊരു വഴിക്കൊക്കെ നടക്കൂട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സദ്യയ്ക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പക്ഷേ ആ പാത്രത്തിൽ മഞ്ഞക്കറി ഉണ്ട്, അത് മാത്രം എനിക്കിഷ്ടമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും. അങ്ങനെ ഞങ്ങൾ കുണക്കിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഫുഡ് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ച തിരിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചോട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ കുണക്കമ്മൻ്റെ ബർത്ത്ഡേ ചെറിയ തോതിലൊക്കെ ആഘോഷിച്ചു കേട്ടോ. ചെറിയ തോതിൽ രാവിലെ കഴിച്ചു. ഏറ്റവും വലിയ ആഘോഷം അമ്പലത്തിൽ പോയി തൊഴുതു, മല്ലമാമത്താൻ പോയി തൊഴുതു. ഗുരുവായൂർ പോകണമെന്നുണ്ടായിരുന്നു, നമ്മൾ ഗുരുവായൂർ എത്തി. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല, നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പോകാനുണ്ട്. ഉണ്ണോക്കെ അവർക്ക് ഓൾറെഡി കപ്പക്കെട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ വെയിൽ പിന്നെ അങ്ങനെ കൊള്ളിക്കേണ്ടി വെച്ചു, തല വേർപ്പിക്കേണ്ടി വെച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും കൊടുക്കുന്ന കേക്ക് മേടിക്കാനും കാര്യങ്ങളൊക്കെ പോകണം. അവർ ചെറിയ സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയല്ലോ പിന്നെ പിറന്നാൾ വരുന്നത്, പിന്നെ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കുളത്തിൽ പിറന്നാൾ ആഘോഷിക്കാം, അവരെ കുറിച്ച് ഞങ്ങളോട് പറ്റുന്ന പോലെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ സത്യം അമ്പലത്തിൽ പോയി സമാധാനമായി കുറച്ച് നേരം തൊഴുതു വന്നു. ഇനിയിപ്പോൾ നാളെ അവിടുത്തെ അമ്പലത്തിലെ പൂരാണല്ലേ. ഇനി ഇവിടെ ദിവസം മൊത്തം നമ്മുടെ നാട്ടിലെ പൂരം കുതിരവേല. ഇന്ന് ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാലാണ് ഗുരുവായൂർ പോയി തൊഴുത് കേക്ക് മുറിച്ച് എവിടെയും വീട്ടിൽ കേക്ക് കട്ട് ചെയ്ത് അവരിഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ ഇവിടെ വാണിയത്തിന് പോകണം. വാണിയത്തിന് എല്ലാ കൊല്ലം പോകണം. പൂരത്തിന് പോകാറില്ല. പൂരത്തിന് ഇവിടെ ആ വെയിലും കാരണം ഞാൻ ബാനി കാരണം അപ്പോൾ വാണിയത്തിന് പോകും. വാണിയത്തിന് പോയി പ്രത്യേകിച്ചൊന്നും മേടിക്കില്ല. അപ്പോൾ മേടിക്കുക 10 രൂപയുടെ കപ്പലണ്ടി ആവും. അത് വേറെ കാര്യം. ഈ പ്രാവശ്യം ഞാൻ പിന്നെ കഴിച്ചിട്ട് 2 ചട്ടി മേടിക്കുന്ന വെച്ചിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവോ എന്തൊട്ട് നിങ്ങൾക്കുള്ള ഐറ്റംസ് അപ്പൊ അങ്ങനെ. പിന്നെ നാളെ കുതിരവേലയുടെ തലേ ദിവസമായി. ശനിയാഴ്ച കുതിരവേല തലേദിവസം, ഞായറാഴ്ച കുതിരവേല. അത് നമ്മുടെ നാട്ടിലത്തെ കുതിരവേല 2-ാം തീയതി കുതിരവേല കഴിഞ്ഞ 3-4-ാം തീയതി ഭരണിക്ക് കുംഭഭരണിയുടെ അന്ന് മങ്ങാട്ട് പോയി. അന്ന് കൊറേ സ്ഥലത്ത് പൂരണ്ട്, നമ്മളൊന്നും ഉണ്ടാവില്ല. നമ്മള് ഒരു സ്ഥലം വരെ പോവാണ്ട്. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ 3-4 ഉണ്ടാവില്ല നാട്ടില്. 2-ാം തീയതി കുതിരവേല. ഞങ്ങളുടെ ആഘോഷം എന്ന് പറയുമ്പോൾ കുറേ നിങ്ങൾ ജയിക്കണം പാല ആഘോഷം എന്നല്ല, നമ്മൾ അവിടെ പോകും, കുറച്ചേരൊക്കെ അവിടെ നിൽക്കും. പണ്ടൊക്കെ ഒന്നും പോലെ ഒരു ഐസ്ക്രീമൊന്നും തിന്നും, ഇപ്പൊ അതും തിന്നായിരുന്നു. 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ച് കഴിക്കും. കപ്പലണ്ടി മേടിച്ചു. ഇതാണ് ഞങ്ങളുടെ പൂരത്തിന്റെ ആയാലും എന്തൊരാഘോഷത്തിന്റെ ആയാലും ഒരു ഇത്. അപ്പൊ പായടത്തിലെ ഫുഡ് ഇഷ്ടമായാ?
ഞാനിതിങ്ങനെ കുറേ റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഗുരുവായൂർ പഴയടം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. ഫുഡ് സദ്യ എന്താ വെച്ചാൽ കുടുങ്ങനെ പറഞ്ഞാലല്ലോ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയിട്ടാ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ സാമ്പാർ, കപ്പയ്ക്ക പച്ചടി, അവിയൽ, രസം, പിന്നെന്താ കാളൻ, പായസം, ഇതൊക്കെ ഇന്നലെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടാ. കഴിച്ചിട്ടൊന്നുമില്ല, ഒക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് അകത്ത് അരിയേശ വേണ്ടോ. ഇന്നലെ ഉണ്ടാക്കിയെന്ന് പൊന്നൂന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിലിരിക്കുന്ന ഓയ് പോവാ, നമുക്ക് പോവാം. പേരാട്ട വായോ പറയാൻ പറ്റില്ല. ഉണ്ടാക്കുന്ന ആളും ഹോട്ടലിന്റെ പേര് മാറുന്നില്ല. പക്ഷെ ഉള്ളിലുള്ള ആൾക്കാർ മാറി കഴിഞ്ഞാൽ ഹോട്ടലിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ടേസ്റ്റ് മാറും. എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് നല്ലൊരു ഊണ് കഴിച്ചത് നമ്മുടെ അമല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ്, അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നോളത്തേക്ക് വരുമ്പോൾ അമല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വരുമ്പം ഒരു പാലില്ലേ, റെയിൽവേ ട്രാക്കിൻ്റെ പാലം കഴിഞ്ഞ വേഷം ഒരു അമ്പലമുണ്ട്, ചീരമൂഴി അമ്പലം. അതിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടലിൻ്റെ പേര് എന്താണ്, ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. കുന്നോളത്തേക്ക് പോകുമ്പോ, തൃശ്ശൂരിന് കുന്നോളത്തേക്ക് പോകുമ്പോ, കുന്നോളത്ത് തൃശ്ശൂര് പോകുമ്പോ റൈറ്റ് സൈഡ് കേട്ടോ, ലെഫ്റ്റിനാണത്. ലെഫ്റ്റ് സൈഡില് അവളെ ഇപ്പൊ ഞങ്ങള് അടുത്ത ദിവസം പോയിട്ട് ഞാൻ കഴിച്ചില്ല, അന്വേഷണം പൊന്നും ചെടിയാണ് സദ്യ കഴിച്ചത്. അതേപോലെ കറികളൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തു. സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇന്ത്യക്കാരൻ 23 വയസ്സുള്ള ചേക്കനാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഞങ്ങള് അതിശയം. ഞാൻ എന്നോട് പറയും, ഓരോ ഫുഡ് കഴിച്ചപ്പോൾ നമ്മളെ തൃശ്ശൂർക്കാരുടെ ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയുമ്പോൾ ശരിയും കറക്റ്റ് തൃശ്ശൂർക്കാരുടെ ഫുഡിന്റെ ടേസ്റ്റ് വരില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ആൾക്കാർ വേറെ ആയിരിക്കുമല്ലോ, ഭണ്ടാരികൾ. പക്ഷെ ഞാൻ അവിടുത്തെ നമ്മളെ സ്ഥിരം കയറുന്ന ചേച്ചി വെച്ചു കുറച്ച് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചി, ഇപ്പൊ ഭണ്ടാരി മാറി വെച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭണ്ടാരി ആളായിരിക്കും ചോദിച്ചു. ആള് നല്ല ഫുഡായിരുന്നു. അപ്പൊ ആളിലെ ആവുമെന്ന് സംശയം. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇന്ന പേരാണോ ചോദിച്ചു, പറഞ്ഞാൽ അല്ലാന്നാണ്. അപ്പൊ ഞാൻ എവിടെ, അപ്പൊ ആ ചേച്ചി ഒരു അത്ഭുതമാണ്, ഒരു ഹിന്ദിക്കാരനാണ് ഈ സദ്യ ഉണ്ടാക്കുന്നത്. ആട്ടപ്രഥമനും ഒക്കെ കഴിച്ചാണ്ടല്ലോ, അമ്പിസ്വാമിയുടെ ആട്ടപ്രഥമൻ അടക്കം പാലട അടക്കം അതിൻ്റെ ഉള്ളിൽ തൊഴിൽ. ഞാൻ മലയാളി പണ്ടാരിയുടെ നോക്കി പഠിച്ചതാണ്. അതായത് ഒരു മലയാളി പണ്ടാരി ആയിരുന്നു. അവിടെ കുറച്ചാൾ മുന്നേ വരെ അയാളുടെ എന്താ പറയാ കയ്യാളായിട്ടിരിക്കല്ലേ, കയ്യാളായിട്ടാണ് ഈ ഹെൽപ്പറായിട്ട് നിന്നത്. എന്താണ് 23 വയസ്സായ ചെക്കൻ, ഒരു ഹിന്ദിക്കാരൻ. നമ്മുടെ തൃശ്ശൂർ സദ്യ, നമ്മുടെ കേരളത്തിന്റെ സദ്യ ഉണ്ടാക്കുന്ന ടേസ്റ്റ്, ആട്ടപ്രഥമന്റെ ടേസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ അടുത്ത് കല്യാണ വീട്ടോളൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇത്രയും ടേസ്റ്റ്. എന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടുമ്പോഴും ഒരു മദരത്തിന്റെ ഒരു കുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും, വെള്ളം ചോദിക്കണ പോലെ. ഇതൊക്കെ നാളെ പോയി കാളന്റെ ടേസ്റ്റോ, ഇഞ്ചിപ്പുളിയോ. ഞങ്ങൾ നമ്മളെ വീട്ടോളൊക്കെ ഉണ്ടാകണം നല്ല മാത്രമുള്ള ഇഞ്ചിപ്പുളി. ആലോചിക്കണം, 23 വയസ്സായ ഹിന്ദിക്കാരൻ ചെക്കനാണ് അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ സത്യം അമ്പിസാമിന്റെ അടുത്ത പായസം കുറേ റിവ്യൂ ഉണ്ട്. ഞങ്ങൾക്ക് കഴിച്ചു കൂടെ ഞങ്ങൾക്ക് വലിയ പറ്റിയില്ല. പോരാ ഉള്ളത് പറയാം, നല്ലത് നല്ലത് പറയാം, പൊട്ടയ്ക്ക് വേണം. ആട്ടപ്രഥമം കഴിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പാലടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേര്. അന്ന് ഒരു വരുമ്പോ അവര് അവിടുന്ന് അവിടെ ടിന്നുകളിൽ പാലട വിൽക്കുന്നുണ്ട്, അവിടെ ഉണ്ടാക്കി തന്നെ കേട്ടോ. പിന്നെ അന്ന് അവിടെ എന്ത് പായസമാണ് അത് വിൽക്കാറുണ്ട്, കാള വിൽക്കാറുണ്ട്. അവര് കാള അതുകൊണ്ട് എപ്പോഴെങ്കിലും അവർ കൗണ്ടറിൽ വെച്ചിട്ടുണ്ടോ, അവർക്ക് വിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ അന്ന് പാലട പൊന്നിട്ട് ഞാൻ ആകെ വരെ ഓരോ ടീസ്പൂണോടെ കഴിക്കും. ഒരു ടേസ്റ്റ്. ഞാൻ അത്രയും ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാട്ടാ. പിന്നെ അത്രയും ദൂരം പോവേണ്ടേന്ന് വെച്ചാൽ ഇപ്പം പോയി പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും പോകേണ്ട തൃശ്ശൂരിന്ന് വെച്ചിട്ട് പോയത്. പക്ഷെ അപ്പൊ പൊന്നിന് വയ്യാതെ, പൊന്നിന് വയ്യാന്നു. അപ്പൊ പിന്നെ നമ്മൾ പോകുന്നു, കുറച്ച് കഴിഞ്ഞാൽ പോകണം. അപ്പൊ ഇതിന്റെ കുറ്റം നെഗറ്റീവ് പറഞ്ഞുണ്ടാവും പോസ്റ്റിന്. ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ കറക്റ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചാൽ 840 രൂപ കൊടുത്തിട്ട് കഴിച്ച ഞങ്ങളുടെ കയ്യിലല്ല അതിലെന്നെ ഇരിക്കുന്നു. ഞാൻ ഇത്ര ചോള മോരിക്കറി കുറെ വെച്ചിട്ട് കഴിച്ചെന്നുള്ളൂ. സാധനം വേസ്റ്റ് ആക്കില്ല, കാരണം അവര് കുറ്റം പറയില്ല, എല്ലാം കഴിക്കും. അതിന്റെ എല്ലാ ഫുഡും കഴിക്കും. ഞാൻ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി ഞാൻ കഴിക്കില്ല കേട്ടോ. ഇഷ്ടമായതാണെങ്കിൽ ഞാൻ കഴിക്കും. ഒരുപാട് അപ്പോഴും ഒരുപാടൊന്നും കഴിക്കില്ല. ഇത്തായി ഞാൻ ഇപ്പോഴേ കൊടുക്കട്ടെ. അപ്പൊ എന്നാലും ഇത്ര ഇന്ന് രാവിലോട്ട് ഒന്നും കഴിക്കാത്തന്നെ ഇത്രയ്ക്ക് ചോറും. ഇന്ന് രാവിലോട്ട് പട്ടിണിയാണ്. അപ്പൊ ഇത്രയ്ക്ക് ചോറ്. അതിന് തരും മോരിക്കറി കുറച്ച് കൂടുതൽ വെച്ച്
കഴിച്ചു. വേറെ അതെ മോര് പാക്കറ്റ് മോനെ കേട്ടാ, സാധാ മോരല്ല. അപ്പൊ അതിന്റെ ഒരു പുള്ളിയൊന്നുമല്ല, പാക്കറ്റ് മോരിന്റെ തൈരില്ല നമ്മള് മേടിക്കുന്നത്. അത് ശരിക്കും സദ്യക്ക് ടേസ്റ്റ് വരുന്നില്ല. നമ്മളെ പണ്ടത്തെ ആ മോരിന്റെ സ്മെല്ലൊന്നും ഇപ്പത്തെ മേടിക്കുന്ന തൈരിനൊന്നും ഇല്ല. നമ്മുടെ തറവാട്ടിലിടുന്ന നമ്മുടെ വീട്ടിലെ തൈര് നമ്മുടെ കുട്ടിക്കാരൻ തന്നെയാണ് നല്ലത്. നല്ല ഫുഡും നല്ലത് കഴിച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ 5 ആൾക്കാരെ വെട്ടിക്കൊല്ലാനും ധൈര്യം ഇപ്പൊ അതുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഫോൺ തുറക്കണത് തന്നെ പേടിച്ചിട്ടാണ്. പിന്നെ പേടിയാവും. സത്യം പറഞ്ഞാൽ ഓരോ വയസ്സ് കുണുക്കിന് കൂടുന്തോറും ഞങ്ങളുടെ മനസ്സിൽ തീരുക എന്താ വെച്ചാൽ, അയ്യോ ഞാൻ ഇപ്പൊ ഒരു ഇതിന് തന്നെട്ടാ ഒരു സ്കൂളിൻ്റെ അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്കൂളില് കുട്ടികളുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം, കംപ്ലീറ്റ് കുട്ടികളുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം തോന്നി. അന്വേഷിച്ചപ്പോ സ്കൂളിന്റെ മുറ്റത്ത് 2 ഹിന്ദിക്കാർ നടത്തുന്ന കടയില് മിഠായി, കഞ്ചാവ് മിഠായി, ചോക്ലേറ്റ്, ഇത്രേശം 3 ചോക്ലേറ്റ് മേടിച്ചു പോയിക്കണം. നമ്മുടെ ചെറിയ ചെറിയ മക്കളെ ഹിന്ദിക്കാര് അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് 18 കിലോത്തോളം ഇരിക്കുന്നുണ്ടാവും ചോക്ലേറ്റ്, കഞ്ചാവ് ചോക്ലേറ്റ്. നല്ല ഗോൾഡൻ കവറിങ്ങില് നമ്മുടെ മിക്സ് മിഠായിയുടെ കവർ പോലെ അങ്ങനത്തെ പാക്കിങ് ചോക്ലേറ്റ് ആണ് കഞ്ചാവിന്റെ. നമ്മളൊക്കെ പഠിക്കുന്ന തേനിലാവുണ്ട്, കാരക്ക മിഠായി ഉണ്ട്, കപ്പലാണ്ട് ഉള്ളിൽ വെച്ചിട്ട് മിഠായി, നാരങ്ങ സ്വത്ത്, പിന്നെ എന്നിട്ടാ ഉപ്പിലിട്ടത് എനിക്ക് പറഞ്ഞടിച്ചിട്ട് പിന്നെ പുളങ്കുരു വറുത്ത് കിട്ടും, അത് മേടിച്ചിരിക്കും. നാരങ്ങ പൊടിച്ചിട്ട് ഉപ്പ് തേച്ചിട്ട് കഞ്ഞാവൊക്കെ സ്കൂളിന്റെ പ്രത്യേകതയാണ്. ഇത്ര ഉണ്ടാവുള്ളൂ, ചെറുനാരങ്ങൾ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. നടു മുറിക്കുക, കുറച്ച് ഓറഞ്ച് നടു മുറിക്കുക, കുറച്ച് ഉപ്പ് തേക്കുക. അന്ന് എത്ര രൂപ? 5 രൂപ. 10 പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. 5 പൈസ 10 പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കാരക്ക മിഠായി അതൊക്കെ അവരുണ്ടാക്കണതോ സൂപ്പറാണ്. കാരക്ക മിഠായി ഇപ്പൊ കിട്ടുന്നത് തന്നെയാണ് കടുവ. അത് രസമല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്, അതാ ടേസ്റ്റ്. എന്തായാലും വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പേടിയാണ്, കാലം പോണതിനനുസരിച്ച് പേടിയാണ്. അപ്പൊ നമ്മള് ഏകദേശം സെറ്റായി വന്നു കേട്ടാ. നമുക്ക് കല്യാണങ്ങൾക്ക് കൂടാൻ പോട്ടെ. എന്തായാലും കുറച്ച് തടിയൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീട്ടില് പോയി വീടിന്റെ ഉള്ളിൽ കാലെടുത്തേക്ക സ്ഥലം, വീട് മൊത്തം പൊട്ടിയും പടലെന്നാണ് ഇനി വീട് ശരിയാവാന്ന് അറിയില്ല. അതാലോചിച്ചിട്ട് അടുത്ത ടെൻഷൻ. ശരിയാട്ടെ ശരിയാട്ടെ എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മള് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ കൂടെ 2 കപ്പാണ് ഇപ്പൊ തൽക്കാലം കൊടുക്കുന്നത്. ഞാൻ എവിടുന്നെങ്കിലും കോരിട്ട് കൊടുക്കുന്നത്. ഓക്കെ പോവാട്ടോ മക്കളെ. ശിവരാത്രിയുടെ കാര്യം കേട്ടിട്ടാ. ആൾക്കാർ തെറ്റിയിരിക്കണമെന്നല്ല. ശിവരാത്രി ആണ്ടോളം തന്നെ തൃശ്ശൂർ കൊണ്ടായിട്ട് അവിടെ ഇറക്കാണ്ട് കൊടുക്കുന്നു പൈസ. ഞാൻ കഷ്ടകാലത്തിന് ബാക്ക് സീറ്റിലിരുന്നു, ഏറ്റവും ബാക്കില്. ഉണ്ണികള് ഫ്രണ്ടിലിരുന്ന് ഉറങ്ങി. വിളിച്ചിട്ട് ഇവന്മാര് ചില എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഒന്ന് അമ്പലത്തിനാടേക്ക് പോകണമെന്ന് വെച്ചു പോയി. അമ്പലത്തിനാടെ പോയി, അത് ഇറങ്ങാൻ പറ്റിയില്ല. അതാ ചെയ്യുന്നത് നോക്കി. ഇനിയിപ്പോൾ അതിന് നെഗറ്റീവായിട്ട് വരും എന്താണെന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഇത്ര ഉള്ള മക്കളെ പോട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങി അനിച്ചോട്ടെ. ഇവിടെ ഒരുത്തന്നെ ഉറക്കെന്ന് പറഞ്ഞതില്ലാത്തൊരു ചെക്ക. ഷോ ഉണക്കാ ഉറക്കില്ലാത്തവൻ്റെ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ പോയി വന്നേ, നമ്മുടെ പിറന്നാൾ കുട്ടി വന്നേ. നമ്മുടെ ചുന്ത തന്നെയാണോ അവിടെ? അത് നമ്മളെ പെണ്ണാണോ അവിടെ? ആണോ? നമ്മുടെ മുത്താണോ? നമ്മുടെ സ്വത്താണോ? കുക്കോയ് പല്ലിരിക്കണ നോക്ക്, പേട്ടച്ചക്കൻ്റെ ആ പല്ലും കൂടി പറക്കണ കേട്ടോ മന്നാ. 2 പല്ല് പോയി കുട്ടിയില്ല മന്നാ.
ഇനി 2 പല്ലും കൂടി ഇളകി നിൽക്കുന്നുണ്ട് കണ്ടോ. ഏത് അത് പറക്കാൻ കണ്ട അത് തള്ളി നിൽക്കണ പല്ല് പോണ ഒരു കാലുകെട്ട ഭയങ്കര ബോറല കൊടുക്ക. എന്റെ മുന്നേ ഭംഗി ഇപ്പോഴത്തെ നല്ല ഇളകണമെന്നാണ് കുട്ടി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും കൂടി ഒന്ന് കുഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി എല്ലാവരും പോകാൻ നമുക്ക്. എല്ലാവരും ഇരിക്കണം. ഇപ്പം ഉറങ്ങിയിട്ടില്ല. ഇവനോടൊന്നും ഉറങ്ങടാന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നീ കുണുക്കന് എന്താ വേണ്ടത്? ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ ഒരു ഗിഫ്റ്റ് മേടിച്ച് ചേച്ചൻ്റെ കുട്ടിക്ക് ഇല്ലേ? എന്താണെന്ന് അറിയില്ല കുട്ടിക്ക്, അറിയില്ല. ചേട്ടൻ്റെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ട്, അമ്മേൻ്റെ ഒക്കെ ഗിഫ്റ്റാണ്. അപ്പയുടെ അമ്മയുടെ ഗിഫ്റ്റാണ്. എൻ്റെ അപ്പോട് ഗിഫ്റ്റ് ഒന്നും ഇല്ല ചോദിച്ചു. അപ്പോട് എവിടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് പോടാ. വർത്തങ്ങളാണ് വായിൽ. കാറ്റ് പോയി എവിടുന്ന് കാറ്റ് പോകണം വെച്ചല്ലേ അങ്ങനെ പറയാൻ തല ഇറങ്ങിണ്ടാവും ഗിഫ്റ്റ് വെച്ചപ്പോ അല്ലേ. അച്ഛനോട് ചോദിച്ചാലേ കിട്ടില്ല. കരേനെ കുട്ടിക്ക് പാലോടും ചോദിച്ചോ. ചോദിക്കാം അച്ഛനോട്. ബാത്റൂമിടോ അച്ഛന. വീട്ടിലേക്ക് പോയിണ്ടായിരുന്നു കേട്ടോ. അടുക്കളയുടെ പണി ഒന്നും ആയിട്ടില്ല. ഞാൻ എന്നാ കഴിയാന്ന് തന്നെ അറിയില്ല. ശരി അവൻ അച്ഛനെ വിളിച്ചിട്ട് ഗിഫ്റ്റ് ചോദിച്ചു. എന്നിട്ടാ ഗിഫ്റ്റ് ആയിട്ട് അതെ കൊടുക്കാൻ ചാർജ് കുത്തിച്ചു നോക്കി. അതിന്റെ ചാർജ് കഴിയില്ലേ? അത് കേട്ടങ്ങളെ ഗിഫ്റ്റിന്റെ കേട്ടോ എന്താ പറയുക? അച്ഛനൊന്നും മിണ്ടിയിട്ടില്ലേ? മേടിക്കാടാ പോണ്ടല്ലോ. ചെരുപ്പില്ലേ? എനിക്ക് കുഴപ്പമില്ല. 2-3 സോക്സ് മേടിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ ഇപ്പൊ ചെക്ക പുറത്തേക്ക് പോകുമ്പോ കുഞ്ഞ് സൈസ് സോക്സിന് അത് ഇടാൻ എങ്ങിട്ടും പോവില്ല. അപ്പൊ അത് ആകെ ഒരെണ്ണുള്ളൂ. തോന്നുന്നു രാജേട്ടൻ്റെ അമ്മൂന്റെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോണേന് മേടിച്ചു തോന്നുന്നു അല്ലേ? ആ ഷൂവിന് ആലപ്പുഴ പോകുമ്പോ അതിപ്പോ വീട് ഒതുക്കണേ എവിടുന്നോ കയ്യിൽ തടഞ്ഞിപ്പോ എന്നും പുറത്തേക്ക് പോകുമ്പോൾ അത് ഇടും. വന്ന് കഴിഞ്ഞ് രാത്രി ആയാലും പാതിരാത്രി ആയാലും കഴുകി ഉണക്കാൻ ഇട്ടതിന് ശേഷം കുട്ടികളുള്ളൂ. അവൻ എന്നെ കഴുകും, അവൻ എന്നെ ഉണക്കാൻ. ഇതിപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തേക്ക് പോയി വന്നു. അവൻ കഴുകി വെയിലത്തിട്ടു. ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും പോക്കറ്റിൽ ഒരെണ്ണുള്ളൂ. അതുകൊണ്ട് ഒരു 2 രൂപ മേടിച്ചു കൊടുക്കുന്ന സോക്സ് മതിയാ? ഗിഫ്റ്റ് സോക്സ് മതിയോ? ഷൂ വേണ്ടല്ലോ? ചെരുപ്പ് വേണ്ടല്ലോ? അയ്യോ പാവന്ന് അതിമോ മതിയ. എന്താ അച്ഛനൊന്നും വേണ്ട. അച്ഛൻ സൈലന്റ് അച്ഛനായിട്ട് കേട്ടാ. നല്ല അച്ഛനും പോകാൻ കാണിച്ചു. ചായ കുടിക്ക. അപ്പൊ എന്റെ മോൻ എന്തൊക്കെയുണ്ട് ഗിഫ്റ്റ് ആയിട്ട്? സോക്സ് എനിക്ക് ഞാൻ എപ്പോഴും കൊടുക്കോട്ടെ വേണ്ടി. നിങ്ങൾ എന്ത് വേണേൽ ചോദിച്ചോ. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സാധനം. എനിക്ക് കളിപ്പാട്ടങ്ങളോ കാറോ സാധനം മേടിക്കും, ഷൂവോ ഡ്രസ്സോ അങ്ങനെ എന്ത് വേണേൽ ചോദിച്ചാൽ മേടിച്ചാൽ എനിക്ക് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യും. പ്രത്യേകിച്ച് സോക്സ് ഭയങ്കര ഉപകാരമാകുന്നു. അപ്പം അതെന്താ അവനത് അങ്ങനെ ഇട്ട് നടക്കണം എന്ന് തോന്നി തോന്നുന്നു. അവർ രാവിലെ എവിടേക്ക് പോവാണെങ്കിലും അത് കണ്ട് പുറത്തേക്ക് പോകുന്നു. ഇന്നലെ രാത്രി പോയി വരുമ്പിക്കാൻ ഉറങ്ങിയിട്ട് വീടെത്തി. അപ്പം അന്നേരത്തിന് മനസ്സിലായി രാവിലെ എനിച്ചത് തപ്പുന്നു. എന്നിട്ട് അന്നേട്ട് രാത്രി 1 മണിയാകുമ്പോൾ അത് എടുത്തോണ്ട് കഴുകി ഉണക്കട്ടതിൻ്റെ ശേഷം അന്നേട്ട് ഉറങ്ങിയോട്ടെ. രാവിലെ എൻ്റെ മോയെ എനിച്ചിട്ട് അത് തപ്പുന്നു അറിയാം അന്നേട്ടന്. ഞാനൊക്കെ വന്ന് കിടന്നു വന്നപ്പോൾ അന്നേട്ടൻ്റെ ബാത്റൂമിൽ വെച്ച് എന്താ നേട്ടാ ചോദിച്ചാൽ അല്ലടി അതിൻ്റെ കാലമത്തെ സോക്സ് അത് വന്നിങ്ങ ഉറങ്ങിയ കാരണം അല്ലെങ്കിൽ അത് കഴുകാണ്ട് ഉറങ്ങില്ലടി. അത് കഴുകിയിട്ട് ഉണക്കട സ്നേഹം.
വന്നു പല്ല് വന്നു. മറ്റത്തെടുത്തോനാ ഏത് ഏത് അല്ല അത് ഇളകണുള്ളൂ, നല്ലോണം ഇളകണില്ല. JCB-യോട് പിടിച്ച് തള്ളണ്ട്. എന്തൊക്കെ ചെയ്യുന്ന അറിയില്ല വയസ്സ് ഓഫീസറാ. പല്ല് പുറം ചോറ് JCB കൊടുക്ക. ആദ്യമൊന്നും JCB അല്ലായിരുന്നു, ആനയായിരുന്നു മരം കയറ്റാനൊക്കെ. അതേമാതിരി മരം കയറ്റുന്ന മാതിരി ആനക്ക് അതിന്റെ മുകളിൽ കയറ് കെട്ടിയെടുക്കുന്നിട്ട് പല്ലുമ്പോ എന്നിട്ട് വലിക്കാം. മതിയാ ആനക്ക് കുശിപ്പ് സ്വഭാവല്ലേ ഇതിപ്പോ. ആന ചവിട്ടി കൊല്ലണ്ട. പിറന്നാളല്ലേ പോണ്ടേ, കേക്ക് കട്ട് ചെയ്യണ്ടേ? കേക്ക് കട്ട് ചെയ്യണം. പിന്നെ എന്താ മനുഷ്യനുള്ള ഫുഡ് അത് മേടിച്ച എന്തുണ്ടോ ഇങ്ങനെ കഞ്ഞി ഉപ്പേരി മതിയാ? ചില അവരെ പൈസക്കണല്ലേ എന്തെങ്കിലും വേണോ വെച്ചാൽ എന്തെങ്കിലും മേടിച്ച. അപ്പൊ ഞാൻ പറയും കഞ്ഞി മതി. ചെരുപ്പ് വേണോ നോക്ക്? ആർക്ക് ചെരുപ്പ് വേണോ? ആർക്കായിട്ട് കുണിക്കുകയാണോ ചെരുപ്പുണ്ട്? കുണിക്കിയുടെ ചെരുപ്പ് നാശായി. ചെരുപ്പ് ഇട്ടിട്ടെ അവളെ കുണിക്കിയ ചെരുപ്പ് ഞാൻ ഒട്ടണില്ല, വീഴാൻ പോവാ. നടക്കുമ്പോ അത് ഊരി വീഴാൻ പോവാ. മേടിച്ചിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ ഷെബി പിന്നെ ഒന്ന് മേടിച്ചു കൊടുത്തതാ അല്ലേ? 1 മാസം പോലെ ആയിട്ടില്ല. നമ്മളെ എവിടെ നിന്ന് അടിച്ച് നശിച്ചോന്നു. പക്ഷെ ഗുണമില്ല ചെരുപ്പ്, വീഴാൻ പോകട്ടെ. അപ്പൊ ചെരുപ്പ് കുണിക്കുമ്പോ മേടിച്ചോളൂ. തുന്തിരി പെണ്ണെ അമ്മ പെണ്ണാണ്. അമ്മമ്മ പെണ്ണേ കാത്തോര് പാടി പാടിട്ട് തുന്തിരി പെണ്ണ് അമ്മ പെണ്ണ. ചാരി നിക്കരുത്, ചില്ലുമ്പോ ചാരി നിക്കരുത്. അതങ്ങനെ സ്ക്രൂന്റെ വെള്ള നിക്കണതാ. കൊടുക്ക രണ്ടോ സ്ക്രൂന്റെ വെള്ള കൊടുക്ക. അവള് കെട്ടിപിടിച്ചോണക്ക് അമ്മേനെ. ഭർത്തകാരൻ മാത്രം. അയ്യോ വേണ്ട, ഞാൻ കൊല്ലു. നീ അയ്യോ അതിന് ജാമകളും ഇവിടെ വേടാ, ഫ്രണ്ടിലേക്ക് വേടാ, ഇങ്ങോട്ട് വേടാ. പുലിമുരുകൻ കുണിക്കല്ലേ മോതാട്ടമ്മ. അമ്മ ബാക്കി കൂടി അയച്ച കോപ്പറേറ്റ് അടിച്ചു. ബാക്കി കൂടി വേറെ നല്ല രാത്രി ഫുഡ് അടിച്ച് കേട്ടിട്ടുള്ള എക്സസൈസ് പറഞ്ഞാ. അച്ഛൻ്റെ അമ്മേനെ അവിടെ പണം വയ്ക്കുവോ? അപ്പോൾ ഒരു മേക്കപ്പ് വീഡിയോയുടെ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ പൊന്നിൻ്റെ ഫോണും ഇപ്പുറത്തെ എൻ്റെ ഫോണാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട്. ഒരു പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്ന് ഡോർ തുറക്കും. ഇന്നലെ രാത്രി കുറച്ച് മഞ്ഞുകൊണ്ട് കേട്ടോ. അതിനുള്ള റിസൾട്ടാണ്. തൊണ്ടടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും പൊന്നും ഭയങ്കരമായി. നമുക്ക് കണ്ണാടയിൽ നോക്കിയിട്ട് ഇടാൻ പറ്റാത്തത് ഞാനത് വേഗം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴത്തെ ചില്ല് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മുഖം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട് വെച്ചാൽ കുറച്ച് നേരത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും പൊന്നും ഫേസിൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാനാണ് പൊട്ട് കുത്തുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അതിനായിട്ട് ഡോർ തുറന്നു വന്നു. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഡോർ തുറന്നു വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അത് ഞാൻ പൊന്നിനെ പൊട്ടിച്ച് കൊടുത്തിട്ടോ. പൊന്നി എനിക്കും പൊട്ടിച്ച് തന്നു കേട്ടോ. അത് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പൊട്ടെടുത്തപ്പോൾ അത് അവൾക്ക് വെച്ച് കൊടുത്തപ്പോൾ അവൾ എനിക്ക് വെച്ച് തന്നു മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാളും ഒരേ മെറ്റീരിയലിൻ്റെ ചുരിദാറാണ് ഇട്ടിരുന്നത്. കമ്പനിയൊക്കെ ഒന്ന് തന്നെയാണ്. അടിപൊളി ചുരിദാറാണ്, നല്ല മെറ്റീരിയൽ. അതാണ് പ്രത്യേകം പറയാറുള്ളത്. അങ്ങനെ ഞാൻ കുങ്കുമം ഇട്ടു. അപ്പോൾ കുഞ്ഞു പറഞ്ഞ അമ്മയ്ക്ക് കുങ്കുമം ഇട്ട് ചെരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് തരും. അപ്പോൾ ഞാൻ കറക്റ്റ് ഇട്ട് കൊടുത്ത് ബാക്കി അവിടെ ശരിയാക്കിയിട്ടാണ്. അത് മിക്കപ്പോഴും വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അവൾ പറയാം അമ്മ ഒന്ന് ഇട്ടായോ കുങ്കുമം എന്ന് പറയട്ടെ. പിന്നെ ഇത് ഞങ്ങൾ അങ്ങനെ മുടി ചീന്തി എടുക്കണമെന്ന് വെച്ചതല്ല. ഓൾറെഡി മുടിയിൽ കണ്ടപ്പോൾ ഞാൻ ചീന്തി വേഗം ഇനി പോണ സമയം പോയി. ഞങ്ങൾ ഉറങ്ങിയത് കുറച്ച് വൈകിപ്പോയി. പിന്നെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 5:30 ആയിട്ടാണ്. 5:30-6 മണിയൊക്കെ ഏകദേശമായി. അപ്പോൾ ഞാൻ വേറെ കഴിയാലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടാളും മുടിയൊക്കെ ഈരി സഹകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷെബിനെ ഇരിച്ചത് ഷെബി ഡ്രസ്സ് മാറണം കേട്ടോ. അങ്ങനെ ഷെബിയുടെ ഡ്രസ്സ് മാറുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുണുക്കൻ ചെരുപ്പാണ് കേട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിപ്പയ്യൂർ എത്തിയപ്പോഴാണ് അറിയാം കുണുക്കൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ വന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു കുണുക്കന് ഞാൻ ഒന്നും മേടിച്ച് കൊടുത്തില്ലല്ലോ.
അപ്പോൾ പൊന്നു ഷേബി പറഞ്ഞു ഞങ്ങൾ ഗിഫ്റ്റ് എടുത്തിട്ട് തരാം. അപ്പോൾ ഈ നമ്മൾ കുന്നത്ത് ഗുരുവായൂർ റോഡിലെ UA എന്നാണ് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും ചെരുപ്പ് എടുക്കുക UA എന്നാണ് കേട്ടോ. അപ്പോൾ UAയിൽ എത്തിയതേ കുണിക്കുമ്പോൾ കുണിക്കുമ്പോഴുള്ള ചെരുപ്പില്ല, കുണിക്കുമ്പോൾ തന്നെ സെലക്ട് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് സ്ഥിരം അവിടെ ചെരുപ്പെടുത്ത ഒരു കുട്ടീനായിരുന്നു. ഇപ്പോൾ അവിടെ ഇല്ല, കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം വേറെ ഏതോ ജോലി തിരഞ്ഞ് പോയി എന്നാണ് പറഞ്ഞ്. അപ്പോൾ അടുത്തുള്ള പിള്ളേരും അപ്പോൾ ഉള്ള പിള്ളേരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു, മിക്കപ്പോഴും അവൻ തന്നെയാണ് നമുക്ക് എടുത്തത്. അപ്പോൾ ഇവരെ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താ വെച്ചാൽ 3 ആൾക്കാർ ചെരുപ്പ് എടുക്കണം കേട്ടോ. കാർത്തുവിൻ്റെ ചെരുപ്പാടിൽ ഇറക്കിയാൽ പെട്ടു. കാർത്തുവിന് ചെരുപ്പ് ഭയങ്കര ഇഷ്ടം. ചെരുപ്പാടിൽ ഇറങ്ങി കാർത്തുവിന് ചെരുപ്പ് മേടിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു കുണുക്കിന് മേടിക്കും, കുണുക്കിയുടെ ചെരുപ്പ് കേടായപ്പോൾ കുണുക്കിക്ക് മേടിക്കും. പിന്നെ നമ്മുടെ കാർത്തുമ്മേനെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അവൾ നമ്മുടെ ഉണ്ണിയല്ല. അങ്ങനെ കാർത്തുമ്മയ്ക്ക് ഒരു ചെരുപ്പ് മേടിച്ചു. കുണുക്കമ്മോന് പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെരുപ്പുമായിട്ട് കൊടുത്താലും കുണുക്കിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ അവന് ഷൂ ആണ് ഇപ്പോൾ ഇഷ്ടം. ഞാൻ പറഞ്ഞത് സോക്സ് ഇടാൻ വേണ്ടിയിട്ട് അവന് ഷൂ മാത്രം ഇപ്പോൾ യൂസ് ചെയ്ത്. ഇതൊക്കെ ഈ ചെരുപ്പിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. മുണ്ടൊരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ മുണ്ട് കൊടുക്കാൻ കുണക്കാൻ ഷൂ ഓൾറെഡി അവൻ്റെ ഉണ്ട്. അവനിപ്പോൾ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അവന് സോക്സും ഷൂ മാത്രം. അപ്പം ഞാൻ എന്നിട്ട് മേടിച്ചു കൊടുത്തു. കാല് നിറങ്ങിൽ വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോരിക്ക് കണ്ടിട്ട് അവിടെ നേരെ UAന്ന് നെസ്റ്റോരിക്ക് വന്നു. നെസ്റ്റോന്ന് ഞങ്ങൾ നമ്മുടെ വാഷ് ചെയ്യുന്ന ലിക്വിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് 2 എടുത്തു, തൈരെടുത്തു. പിന്നെ എന്താ നമ്മൾ അവിടെ നിർത്ത് കേക്ക്. അതിനിടയിൽ ഞങ്ങൾക്ക് 4 മണിക്ക് ചായ കുടിക്കാതെ ഞാൻ എൻ്റെ ഒരു വിത്തൗട്ട് കാപ്പി കുടിച്ചു കേട്ടോ. കുണിക്കാൻ ബൂസ്റ്റ് കുടിക്കുകയാണ്. അങ്ങനെ വിത്തൗട്ട് ചായ കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നേരെ നമ്മളിപ്പോൾ ശോഭയിലേക്ക് എത്തി. അപ്പോൾ ശോഭയിലാണ് കേട്ടോ മിക്കപ്പോഴും നമ്മൾ കേക്ക് കെട്ടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കളിയൊക്കെ ഉണ്ട്. ഇവരെന്താണെന്നൊരു കേക്ക് താങ്ങി പിടിച്ച് ശോഭയിരിക്കും. അതെന്തുകൊണ്ട് നമ്മളൊരു കേക്ക് താങ്ങി പിടിച്ച് ശോഭയിരിക്കുന്നത്? ഇത് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഏൽപ്പിച്ച് നമുക്ക് മുറിച്ച് കഴിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അത് നമ്മൾ മുറിക്കും, നമ്മൾ കഴിക്കും. അതിനേക്കാളും നല്ലത് എത്രയോ ആൾക്കാർ നമ്മുടെ ശോഭയിലുണ്ടാവും, കുട്ടികളായാലും വലിയവരായാലും. അല്ലേ, എനിക്ക് തോന്നുന്നു അടുത്തറിയണേക്കാളും എന്തുകൊണ്ട് നല്ലത് അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നതായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്ത് പലപ്പോഴും നമ്മൾ പലതും കൊടുത്തിട്ട് നമുക്ക് അനുഭവത്തിന് വരുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ നാട്ടുകാർ കൊടുത്ത അതിൻ്റെ ഒരു പുണ്യം നന്ദി എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ വേണ്ട, നാട്ടുകാരല്ലേ എന്നുള്ള സമാധാനം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വേണ്ടപ്പെട്ടവരെ പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഒരാളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ശോഭയിലേക്ക് പോയി. അപ്പോഴേക്കും പൊന്നു ഷെബി എന്തോ മേടിച്ചിട്ട് വരാന്നിട്ട് അവർ അവിടെ നിന്ന് മുങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും അച്ഛനും അമ്മയും അവിടെ പൊക്കോ, ഞങ്ങളിപ്പോൾ വരാണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതേ കാർത്തുമ്മേനെടുത്ത് പൊക്കണമൊക്കെ ഉണ്ടിട്ട് കുണുക്കാൻ ഇഷ്ടമായോ? കുണിക്കിന് ചെരുപ്പ് ഇഷ്ടമായോ? കാർത്തുവിന് വെപ്പം ഇഷ്ടമായോ? സൂപ്പറാണോ? നോക്കട്ടെ. കാത്തു മുടിയോണ്ട് മോക്ക് കെട്ടാനും സമ്മതിക്കില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മുടി പോവേ. ഒരു വേണ്ടടി തോട്ടം അതിനെ. അയ്യോ, കുറവസംഘത്തിന് തലയെത്തി. അവിടെ പറ്റി ബർത്ത്ഡേക്കാരാ എന്താ ഫ്രൈഡ് ചിക്കൻ തിന്നു കൊടുക്കാം. അങ്ങനെ ശോഭയിൽ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ജിഞ്ചർ കാപ്പി വേണം, ചായ വേണം അല്ലേ. അങ്ങനെ ഒരു ജിഞ്ചർ ചായ നല്ലതാണ് കേട്ടോ. അവിടെ ഇഞ്ചിയുടെ ചായ കിട്ടും. അത് തന്നെ ഞാൻ ഏൽപ്പിച്ചു. പിന്നെന്താ, ഞാൻ നെക്സ്റ്റ് ഞാനൊരു ചെറിയ വെള്ളയപ്പത്തിൻ്റെ പാക്കറ്റ് ഇട്ടിട്ടുണ്ടെന്നിട്ട് വെള്ളയപ്പം ഒരു 5-6 വെള്ളയപ്പമുള്ള കുഞ്ഞ് വെള്ളയപ്പം നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ഉള്ളങ്കൈൻ്റെ അത്രയ്ക്ക് ഉണ്ടോ കേട്ടോ. അങ്ങനത്തെ ഒരു 5-6 വെള്ളയപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നെയ്ച്ചോറ്, ഒരു ബീഫ്, ഒരു ചിക്കൻ കറി ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ കുണുക്കിക്കും ഫ്രൈഡ് ചിക്കൻ മതിയാണ്. പക്ഷെ അത് വലിയ പീസാകുമ്പോൾ അവർ തിന്നില്ല. ഈ കുഞ്ഞ് പീസ് ഉണ്ടാവില്ല, അത് ഒരു 12 പീസ് മേടിച്ചു. അത് കാത്തും കുണിക്കാണ് കഴിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ആർക്കും അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഒരു നെയ്ച്ചോറ് അടിച്ചപ്പോൾ പൊന്നു പറഞ്ഞു ഇതെല്ലാം കൂടി നമുക്ക് തികയില്ല, നമ്മൾ ഇത്ര പേരില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഷേബി എന്തോ ഒരു വെറൈറ്റി ഫുഡ് അല്ലേ അതൊക്കെ മേടിച്ചത്. പക്ഷേ തലക്കേടില്ല, നല്ല ഫുഡായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ച് നെയ്ച്ചോറൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് എൻ്റെ ഒരു അവസ്ഥ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കുണുക്കിൻ്റെ കേക്ക് കട്ട് ചെയ്തപ്പോൾ എന്നിട്ടാണ് ആദ്യം കാർത്തുമ്മയുടെ വയറ് വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യം ബർത്ത്ഡേ കുട്ടിയാണെങ്കിലും കാർത്തുമ്മയുടെ വയറാണ് വെച്ച് കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് കുണുക്കിന് അടിച്ച് വെച്ച് കൊടുത്തു, കുണിക്ക് വെച്ച് കൊടുത്തു.
അങ്ങനെ ഞങ്ങളുടെ അങ്ങോട്ട് പരസ്പരം എല്ലാവരും സ്നേഹം കൈമാറുന്നവരെ കേക്കും കൈമാറിയിട്ടാണ്. അങ്ങനെ ഈ സത്യം ഈ കേക്ക് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഒന്നും വീട്ടിലേക്ക് കൊടുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് നമ്മളവിടെ മുറിച്ച് അവിടെ നമുക്ക് അറിയണവരായാലും അറിയാത്തവരും കുറേ പേരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, വലിയവരുണ്ടായിരുന്നു, എല്ലാവരോടും ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ എടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഭക്ഷണമായി കൊണ്ടിട്ട് എല്ലാവരും അടുത്ത് ഞാൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്നു അവിടെ ക്ലീനിങ് സെക്ഷനിലുള്ള ചേട്ടന്മാർക്കും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം ഫുഡ് മേടിക്കണം അവിടുത്തെ കടയിലേക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കുണുക്കുമ്പോൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഇഷ്ടമാണ്, വാച്ചിനോട് ഭയങ്കര ഇഷ്ടം. അപ്പം കുറേ നാൾ മുന്നേ ശോഭയിൽ പോയപ്പോൾ ഒരു വാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാച്ചായിരുന്നു, മഞ്ഞ വാച്ച്. ഇതിലെന്നും പറയട്ടെ പിറന്നാളിന് വാച്ച് മേടിച്ച് തരുമോ, അത് പോയി ഉണ്ടാവുമോ എന്ന് എന്നും ചോദിക്കട്ടെ. പക്ഷേ അവൻ്റെ ആഗ്രഹം കൊണ്ടൊന്നും ആ വാച്ച് ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെബി വാച്ച് മേടിച്ച് കൊടുത്തു ഗിഫ്റ്റായിട്ട്. ഞങ്ങൾ ഓരോ ചെരുപ്പും മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ആകെ മേടിച്ച് കൊടുത്തത് അവൻ്റെ ഒരു 1000-200 ഒരു ബനിയനുമാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇത് കാണുമ്പോഴേക്കും നമ്മൾ എത്ര കാശാണ് ചേരുന്നത്, നമ്മളാകെ മേടിക്കുന്ന ഒരു കേക്കും ഒരു ചെരുപ്പും ഒരു ജോഡി ഡ്രസ്സ് മേടിച്ച് കൊടുത്തപ്പോൾ കുണക്ക് സന്തോഷമായി. പൊന്നിൻ്റെ ആകെ ഒരു വാച്ചും പൊന്നു മേടിച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു ഫുഡ്, ഒരു നേരത്തെ ഒരു ഫുഡ് അത്ര തന്നെ. അതിപ്പോൾ ഞാൻ ഷെബി ഒരെണ്ണം മേടിച്ചുകൊണ്ടും ഒന്നെ ഞാൻ മേടിച്ചുകൊണ്ടും ഷെബി ഫ്രൈഡ് ചിക്കനും ആ വെറൈറ്റി ഫുഡും ഷെബി മേടിച്ചു കൊടുത്തു. ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് അടിച്ചു. പക്ഷേ ഇതൊന്നും ചിലവായില്ല എന്നാണ് സത്യം. സത്യത്തിൽ ഒരുപാട് ഫുഡില്ല, 2 ആൾ കഴിക്കാനുള്ള ഫുഡേ മേടിച്ചിട്ടുള്ളൂ. ഒരു നെയ്ച്ചോറും ഒരു ബിരിയാണിയുടെ കണ്ട ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുതന്നെ മുഴുവൻ കഴിക്കാൻ അവിടെ ആരും ഇല്ല, അതാണ് സത്യം. നമുക്കങ്ങനെ ഫുഡൊന്നും ഒരുപാട് നമ്മളങ്ങനെ കഴിക്കണവരല്ല. ഇതന്നെ അവിടെ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. കേക്കും കഴിച്ചു എന്ന് പറയാൻ പറ്റിയ കേക്ക് ആകെ വായിൽ വെച്ചപ്പോൾ ഓരോ തോണ്ട് ക്രീം, കേക്ക് കഷ്ണമില്ല ക്രീം, അത് മാത്രമാണ് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളൂ. കേക്കിൻ്റെ പീസ് പോലും കഴിച്ചിട്ട്. എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ കേക്ക് അധികം കഴിക്കാറ്. പിന്നെ നമ്മുടെ പൊന്നും അല്ലെങ്കിൽ ഞാനും ഉണ്ടാക്കുന്ന കേക്കാണ് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാറ്. മധുരം അതില്ല, എനിക്ക് ഒരുപാട് മധുരങ്ങളൊക്കെ അന്വേഷണം. പിന്നെ ഫ്രഷ് ക്രീമിലായാലും പഞ്ചസാരയുടെ പൊടി ചേർക്കില്ല, ആ ക്രീമിൻ്റെ മധുരം മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. അതുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ പുറത്തുനിന്ന് കേക്ക് കൊണ്ട് അത്ര താല്പര്യം ആർക്കും ഇല്ല. പിന്നെ നെസ്റ്റോൻ്റെ ചോക്ലേറ്റ് കേക്കൊക്കെ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അത് വേറെ കാര്യം, വേറെ ഇവിടുത്തെ എങ്ങനെയൊക്കെ അടിപൊളിയല്ല കേട്ടോ ചോക്ലേറ്റ് കേക്കൊക്കെ. നെസ്റ്റോലെ കേക്കും ഞങ്ങൾക്ക് മധുരത്തിനോട് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് വേറെ കേക്കിനോട് ഇഷ്ടമുള്ളവരോട് പറഞ്ഞു ചോക്ലേറ്റ് കേക്കും അങ്ങനത്തെ എല്ലാ കേക്കും നെസ്റ്റോലത്തെ അടിപൊളി കേക്കാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി കേക്ക്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനാകെ കഴിച്ചത് ഒരു പീസ് ചിക്കനും കുറച്ച് ഗ്രേവി എടുത്തു, അതിൽ വെള്ളയപ്പുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു കേട്ടോ 2 പിന്നെ ഒരു വെള്ളയപ്പം, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തോ മേടിച്ചില്ല, അതിൽ 2 റൊട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി ഞാൻ കഴിച്ചു. ഇതാണ് ഞാൻ കഴിച്ചത്. നെയ്ച്ചോറൊക്കെ അവിടെ ബാക്കി വെച്ചിരുന്നു. പക്ഷേ അതിന് ഓരോ ഫുഡൊന്നും ഓരോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്ത് വെറൈറ്റി ഫുഡൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കും. നെയ്ച്ചോറ് ടേസ്റ്റ് ചെയ്തില്ല, മറ്റേ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വരിക കേട്ടോ. കുട്ടികൾ ഫീലാണ്, ടെൻഷനാണ്. കാറ്റിൻ്റെ മഴങ്ങി കണ്ടിട്ടേക്കാൾ മിഡ്ഡി ടോപ്പിട്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞ പൊന്ന് പറയാം, ആൺകുട്ടികളെക്കാളും ചന്താണ് പെൺകുട്ടികളെ കാണാൻ. പെൺകുട്ടികൾ ഭയങ്കര ഫീലാണ്. അതെ ഫീൽ തന്നെയാണ്, ഫീല് അതൊക്കെ ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. പേടിയുണ്ടെന്ന് മാത്രം, എവിടെയോ ഒരു പേടി മനസ്സിന്, ഭയം. അതിപ്പോൾ നമ്മൾ പണ്ടത്തെ പഴഞ്ചൊല്ലി പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാന്ന്, അത്ര ഉള്ളു. ആ ഒരു ശരി ഭയം അല്ല. പിന്നെ അങ്ങനെ നമ്മുടെ ചുരിദാർ എങ്ങനെയുണ്ട്? റിലയൻസിലാണ് ചുരിദാർ. ചുരിദാർ ഇടുണ്ടെങ്കിൽ അത് റിലയൻസിൻ്റെ അവിടെ ആയിരിക്കും. ചോദിക്കണ ചേച്ചി എവിടെ നിന്നാണ് ഈ ചുരിദാർ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമില്ല. ഞങ്ങളിടുന്ന ഡ്രസ്സുകൾ മൊത്തം റിലയൻസിന് ആണെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ല ഒരുപാട് ആൾക്കാർക്ക് അറിയോ ഇല്ലേന്ന് അറിയില്ല. ഇതാണ് മുല്ലമറുപത്ത് അമ്പലത്തിലെ പൂരത്തിൻ്റെ തലേ ദിവസം വാണിയം എന്നുള്ള ഒരു പരിപാടിയായിട്ട് ഞങ്ങളൊരു 6-7 വർഷമായിട്ടാണ് ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും നമുക്കറിയില്ല, ഇങ്ങനൊരു പരിപാടി കാര്യങ്ങളുള്ളതൊന്നും അറിയില്ല. അതിനായിട്ട് ഹോട്ടലിൽ നടത്തുന്ന സമയത്താണ് അതിനായിട്ട് പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെ അതിനായിട്ട് ഗൾഫിലാകുമ്പോൾ നാട്ടിലൊന്നും രണ്ടാകുമ്പോൾ പിന്നെ എപ്പോഴും നാട്ടിൽ വന്ന് പൂര സമയത്തൊക്കെ അതിനായിട്ടൊക്കെ ഒറ്റയ്ക്ക് പോകാറുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോഴും നാട്ടിലതിന് ശേഷം ഫാമിലി രണ്ട് അതിനായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അതിന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഫാമിലി ആയിട്ട് തന്നെയാണ് എങ്ങോട്ട് പോകുമ്പോഴും പോകട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് അറിയണ ആൾക്കാർ വന്ന് അടുത്തുനിന്ന് സംസാരിച്ച് ഒരുപാട് ആൾക്കാർ ചിരിച്ചു. നമുക്കറിയാം ആ ചിറിയിലെല്ലാവരും നമ്മൾ എത്രയൊക്കെ ആൾക്കാർ പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോകുമ്പോഴാണ് അറിയാം നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കണം, അവരെ സംസാരിക്കണം, അവരോട് സ്നേഹം നമുക്ക് അറിയാൻ പറ്റും.
അങ്ങനെ ഇവരെ ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ഒരു 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ് എത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെ വാണിജ്യം ഏകദേശമൊക്കെ തിരക്ക് ലാസ്റ്റാണ് കൂടിയിട്ടാണ് എത്തിയത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൻ്റെ പണി ഏകദേശം ഇവിടെ വരെയാണ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല. നമ്മുടെ ചെറിയ അടുക്കളയിലായിരുന്നു 2 അടുക്കളയായിരുന്നു. അപ്പോൾ ആ ഒരു നടുച്ചമര് കട്ട് ചെയ്ത് കളഞ്ഞതോടുകൂടി നമ്മുടെ അടുക്കള ഭയങ്കര സ്പേസ് ആയിട്ടാണ് കണ്ട. അപ്പോൾ അടുക്കളയുടെ വർക്ക് തന്നെ ചെറുതായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പൂരസമയം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണിക്കാർ ലീവാണ്. അതുകൊണ്ടാണ് നമ്മുടെ പണി ഇങ്ങനെ പൂരംകാരായതോടു കൂടിയിട്ട് പണിക്കാർ അവിടുത്തെ ഉത്രാളിക്കാവ് പൂരം, മുല്ലമറുപത്താവ് പൂരം, ചെറുമ്പത്താവ് അങ്ങനെ ഓരോ ദിവസം മുടക്കായതുകൊണ്ടാണ് നമ്മുടെ പണി ഇങ്ങനെ വഴുകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ കിച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. എനിക്ക് തോന്നുന്നു നാളെ ഏകദേശം 3/4 പണി തീരും എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ ഗ്യാസ് അടുപ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ അതിൻ്റെ കമ്പനിക്കാരെന്നെ വരണം കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇനി എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവരുടെ പണിയുള്ളത് ഇവർ തന്നെ കഴിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ അടുക്കള ഇഷ്ടമായോ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ലുക്കിൽ കേട്ടോ. ഇനി നമ്മളിതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട് മോളെ കല്യാണം അയച്ചു കൊടുക്കാണ്ട് എളുപ്പമായില്ലേ, സുഖമായില്ല. അപ്പോൾ അവർ വീട് ഇത് മോളുടെ കല്യാണത്തിനേക്കാളും മുന്നേ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ കിച്ചൺ ഇതാക്കുക എന്നുള്ളത്. അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഇപ്പോൾ ഓടി വന്നിട്ട് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ കിച്ചൻ്റെ പണിയായാലും ഓരോ കാര്യങ്ങളും നമ്മളിവിടെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതായത് കല്യാണത്തിന് മുന്നേ, അതായത് കുട്ടി പോണേക്കാളും മുന്നേ തന്നെ നമ്മൾ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് അവർ എത്തിയത്, ആ വർക്ക് നോക്കാനുള്ള ആൾക്കാർ എത്തിയത്. പക്ഷേ വർക്ക് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ 2 പ്രാവശ്യം അവരോട് വിളിച്ചിട്ട് പിന്നെ അത് അവരെ കളിപ്പിക്കണ പോലെ ആക്കാൻ പറ്റും. പിന്നെ എന്തായാലും നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കേണ്ട സാധനങ്ങൾ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എന്താ വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയണം എനിക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ പറ്റുന്നില്ല, ഇടുങ്ങിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ആണെന്ന്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ അത് ലാഭമായിട്ട് കാണാൻ വെച്ചാൽ നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ എങ്ങനെയാണോ എനിക്കറിയില്ല. എൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലായോ? മക്കളുടെ കല്യാണം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനമ്മയാണ് ഞാൻ.